സിമ്പിൾ ആൻഡ് ടേസ്റ്റിയായ ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: പുഴുങ്ങിയ മുട്ട 2 എണ്ണം, 2 സവോള, 1 തക്കാളി, ഇഞ്ചി 1 ടീസ്പൂൺ, വെളുത്തുള്ളി 1 ടീസ്പൂൺ, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, കടുക് 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം 1 കപ്പ്, ഓയിൽ 4 ടേബിൾ സ്പൂൺ. ഇതൊരു 2 മുട്ടയ്ക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. മുട്ടയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ ആവശ്യമുള്ളപ്പോൾ 1 തക്കാളിയും സവോളയും നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇനി എങ്ങനെ മുട്ടക്കറി റെഡിയാക്കാൻ നോക്കാം. പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് വഴറ്റുക. ജസ്റ്റ് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയാൽ മതി. നല്ല ബ്രൗൺ കളർ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട. പച്ചമണം മാറി വന്നിട്ടുണ്ട് സവോളയുടെ. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. അതും ഒരു പച്ചമണം മാറുന്നിടം വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ഇപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുത്ത ശേഷം അരച്ചെടുക്കണം. സെയിം പാനിൽ തന്നെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില, പച്ചമുളക് ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. ഒരു 2 മിനിറ്റോളം അതൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ വഴറ്റി കൊടുക്കുക. കൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഗ്രേവി ആയിട്ട് നന്നായിട്ട് മുട്ടയും ഗ്രേവിയും നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഗ്രേവി തിക്കായി വരും. അപ്പോൾ ഒത്തിരി തിക്കാകുവാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ ഈ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.